എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ മറ്റേ എൻചാൻറ്റിങ് റൂം ഉണ്ടാക്കണേ. എൻചാൻറ്റിങ് റൂം ഉണ്ടാക്കാൻ ഒരു ഡയമണ്ട്, പിന്നെ എന്നൊക്കെ വേണം നോക്കട്ടെ. വേറെ ഒരു ബുക്കും കൂടെ വേണം ഗൈസ്. ഒരു ബുക്കും കൂടെ വേണം. ഗൈസ് അപ്പോൾ 2 ഡയമണ്ട് വേണം, എന്നാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ലെതർ ഉണ്ടാവും ഗൈസ്. ലെതറിൻ്റെ ഇതിനകത്ത് നോക്കട്ടെ. ഇതിനകത്തില്ല. ഇതിനകത്ത് 8 എണ്ണം വേണ്ട. പിന്നെ കുറച്ച് പേപ്പർ വേണം. കുറച്ച് പേപ്പർ നമുക്ക് എടുക്കാം. നമ്മുടെ ഷുഗർ കെയിൻ ഫാം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് പേപ്പർ ഉണ്ടാക്കാം, ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ബുക്ക് എന്നിട്ട് നമ്മളൊരു ഈ റൂമിലല്ല ഗൈസ് ഉണ്ടാക്കണം, നമ്മൾ വേറെ സ്ഥലത്താണ് ഉണ്ടാക്കണേ. കുറച്ച് തടി വേണം. നമ്മൾ ഇതിനകത്ത് ഉണ്ട്. അപ്പം ഇമ്മാരിപ്പോൾ പണികളില്ലേ, ഇത് സാധനങ്ങൾ വെച്ചിട്ട് അമ്മാർ അങ്ങോട്ട് കുറച്ച് സമയം പിടിക്കും ഗൈസ് അവിടെ എത്താൻ. അതാണ്. പേപ്പർ ഉണ്ടാക്കാം. ഒരു ബുക്ക്, 2 ഡയമണ്ട് വേണമെന്നോട്ടെ. 2 ഡയമണ്ട് വേണം. 2 ഡയമണ്ട്, ഒരു ഡയമണ്ടും കൂടെ എടുക്കാം. അപ്പോൾ ഇത് മതി. ഞങ്ങൾക്ക് കണ്ണു കേസ് ഓരോണ്ടാക്കാം. സ്ഥലമില്ല, അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് കയറ്റിക്കണം. നമ്മൾ ഇങ്ങനെ തന്നെ വയ്ക്കണേ എനിക്ക് എളുപ്പം. ഇതിനകത്ത് വയ്ക്കണ്ട, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഇതിനകത്ത് വയ്ക്കാം. അപ്പം അമ്മമാർ പതി നമുക്ക് അങ്ങോട്ട് വെച്ചോളും. ഇതൊക്കെ ഞങ്ങൾക്ക് ഇതായിട്ടുണ്ട്. ഇത്ര സ്റ്റോൺ വേണ്ട, ഈ വുഡ് ഇത്ര വേണ്ട. കുറച്ചെടുത്തേക്ക് ആവശ്യം വരും. നമുക്ക് എപ്പോഴും ആവശ്യം തന്നെയൊന്നും പറയാൻ പറ്റില്ല. അത് ഇനി നമുക്ക് ഇത് നമ്മൾ ഡയമണ്ട് എടുക്കും, ഒരു ഇതുണ്ടാക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കണ സ്ഥലം കാണിച്ചു തരാൻ കഴിയും. ഇവിടെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കണേ ഫുഡൊക്കെ അത്യാവശ്യം ഉണ്ട് ഗൈസ്. മറ്റേ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തുടക്കം തന്നെ ഞങ്ങൾക്ക് ഒന്ന് ഇപ്പോൾ സെറ്റ് ചെയ്ത് കയറി പോവാം. ഇവിടെ ഞങ്ങൾക്ക് വുഡ് സൈഡിൽ വയ്ക്കാം. മൂന്നെണ്ണം മതി. ഇത്ര വീതി ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് ആവശ്യം വരും. എന്നിട്ട് വട്ടം ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ഇതുപോലെ വെച്ചാൽ ശരിയാവും ഗൈസ്. ഇതുപോലെ ഞങ്ങൾക്ക് ഉള്ളിലോട്ട് ഫുള്ളും ചെയ്താൽ നല്ലതായിരിക്കും. ഇങ്ങനെ ഇതാക്കാം ഗൈസ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. എന്തായാലും അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ പൊട്ടിക്കാം. ഉള്ളിലോട്ട് കുറച്ച് വീതിയും കൂടെ എടുത്ത് ഞങ്ങൾക്ക് പൊട്ടിക്കാം. ഇവിടെ ഇത്രയും പോരാ. ഇവിടെ സെൻറ്ററിൽ വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ച് കൂടെ പൊട്ടിക്കണം, ഈ സൈഡിലും. അപ്പോഴാണ് ഗൈസ് ശരിയാവുള്ളൂ, സിമെട്രിക് ആവുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ ഇങ്ങനെ കുറച്ച് പൊട്ടിച്ചാൽ മതി, ഞങ്ങൾക്ക് വലിയൊരിട്ട് വേണ്ട.
നമ്മളെല്ലാം മറ്റേ മലയുടെ ഉള്ളിൽ ഹോൾ ഉണ്ടാക്കിയാണ് ചെയ്യണത്. അപ്പോൾ അതങ്ങ് ഒതുങ്ങി അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ ഇനി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ലൈറ്റ് വെക്കണം. ഇത് ചെയ്യണമെങ്കിൽ XP വേണം. XP അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ XP ഫാം ഉണ്ടാക്കും എന്തായാലും XP ഫാം ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ള് പൊട്ടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ചെയ്തില്ല ഗൈസ്. ഇതുപോലെ ഇനി മേളിൽ ഈ സൈഡിൽ ഇതുപോലെ ചെയ്യണം. ഇതുപോലെ ഇനി ഇങ്ങനെ പൊട്ടിക്കാം. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കല്ലാകുമ്പോൾ അത്യാവശ്യം കാണാനും രസമുണ്ടാകും ഗൈസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം. എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ സൈഡും അതുപോലെ തന്നെ ഇവിടെ ചെയ്യണം. ഇപ്പോൾ ലൈറ്റ് വെച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതുണ്ടോ. അപ്പോൾ ഇതുപോലെ ഇനി മേളിലും ചെയ്തിട്ട് ഇങ്ങനെ ഡിസൈൻ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും ഗൈസ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു കോൺ രീതിയിൽ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ രസമാവും. അപ്പോൾ ഇതുപോലെ ഇനി വെച്ചിട്ട് ഇതിൻ്റെ വിടവിലൊക്കെ നമുക്ക് സാധനം ഇത് വെച്ച് നോക്കാം. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ നല്ലതാണെന്ന്. ഇങ്ങനെ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ മതി. ഇതുപോലെ ഇങ്ങനെ ഞങ്ങൾക്ക് അവിടെ സ്റ്റോൺ ഫാം ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ വിളവിൽ വെച്ചാലും കുഴപ്പമുണ്ടാവില്ല ഗൈസ്. അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് നോക്കാം. ഇങ്ങനെ ഇവിടെ അപ്പോൾ ഇതുപോലെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വയ്ക്കാം. ഇവിടെ വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ അത്യാവശ്യം സെറ്റപ്പ് ആവും ഗൈസ്. അങ്ങനെ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് അപ്പോൾ ഇതുപോലെ ഇനി ഫുള്ളും ചെയ്യണം. ഞങ്ങൾക്ക് ഇനി ഫോട്ടോസൊക്കെ കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഇങ്ങനെ അടിപൊളിയാണ് ഗൈസ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും സെറ്റപ്പായി. ഇപ്പോൾ ഇങ്ങനെ വെച്ച് ഇവിടെ പൊട്ടിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ ഇനി ഫുള്ളും ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഈ സൈഡിലൊക്കെ ഇനി ചെയ്യാം. സൈഡിലൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം ഗൈസ്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഉള്ള് സീനായില്ലേ. അപ്പോൾ ഒരു കാണാനൊരു രസമായില്ല. അപ്പോൾ ഇനി നമ്മൾ 3 ഇവിടെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി 3 വെച്ച് കൊടുക്കാം. ഇപ്പം 3 സൈഡിൽ വെക്കണം. ഇനി ഇത് ഫുള്ളിങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇനി ഇതുപോലെ ഇനി ഫുള്ളും ചെയ്യണം. അത് നിങ്ങൾക്കറിയാലോ, ചുമ്മാ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഫുള്ളും വെക്കണം. എന്നിട്ട് ഇപ്പോൾ നമുക്ക് എൻചാൻറ്റ്മെൻറ്റ് ഇപ്പോൾ എന്നൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് എൻചാൻറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ പറ്റുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.